ഒരാളിനെ മുഖ്യമന്ത്രിയായി അല്ല ശ്രീജിത്ത്, ഒറ്റ പേരിലേക്ക് എത്തിയാൽ പ്രഖ്യാപനം നാളത്തേക്ക് വെക്കേണ്ടുന്ന കാര്യമില്ല. അതിൽ ഒറ്റ പേര് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ നാളത്തേക്ക് വെക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് അത് തന്നെ ഞാൻ പറഞ്ഞത്, ഒരാളിനെ പ്രഖ്യാപിക്കുക, ഒരു പേരിലേക്ക് എത്തുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമുള്ള ജോലിയാണ്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലി, ശ്രമകരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആകാതിരിക്കുന്ന മറ്റു രണ്ടാൾക്കാരെ പിന്നെ എങ്ങനെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് കൂടി താല്പര്യമുള്ള മറ്റെന്തെങ്കിലും ഒരു പദവിയാണോ, അവർക്ക് കൂടി താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ആണോ, അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് എന്ത് കാരണത്താലാണ് ഈ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതിന് ശേഷവും ഇന്ന് തന്നെ അത് പ്രഖ്യാപിക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളായിട്ട് നമ്മൾ കാണുന്നത് പോലെ ഇന്ന് 13-ാം തീയതിയാണ്, അത് ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു തീയതി അല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. എന്തായാലും 14-ാം തീയതിക്ക് പ്രഖ്യാപനം വരും എന്ന രീതിയിലത്തേക്ക് അവർ പറയുന്നു. അതെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അരിവെന്തു, ഇനി അത് വിളമ്പുന്നത് നാളെയാണ്. പക്ഷേ അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള അക്കോമഡേഷനാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷം വീണ്ടും ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ പ്രതീക്ഷിക്കാം. കാരണം രേണു തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടുത്തെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടന്നിരുന്നു. ഘടകകക്ഷികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നതാണ് കൂടുതൽ നല്ലത് എന്ന നിലയ്ക്കാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് ഒരുപക്ഷെ ഘടകകക്ഷികൾ ഈ 10 ദിവസം ആയപ്പോഴേക്ക് കുറച്ചുകൂടി ഒരു വഴിവിട്ട രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പലരും ഓപ്പണായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. ഇനിയും ഇത് വൈകിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. തനി മലയാളം ഭാഷയിൽ പ്രതികരിക്കേണ്ടുന്ന രീതിയിലേക്ക് ഞാൻ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് ശ്രീ ഷിബു ബേബി ജോണിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു. തീരുമാനം വന്നതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാം എന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുന്നു ലീഗിന് വേണ്ടിയിട്ട്. അപ്പോൾ തീരുമാനം വന്നതിന് ശേഷവും ഒരു പ്രതികരണത്തിന്റെ സ്കോപ്പ് അവിടെ ബാക്കിയുണ്ട് എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിക്കുമ്പോൾ അവർക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അവരുടെ ഓപ്പൺ ബാക്കിംഗ് അവിടെ വി ഡി സതീശനാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോഴും കെ സി വേണുഗോപാലാണ് വരുന്നത് എങ്കിൽ മാത്രമേ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതികരണം ഓപ്പണായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്ന സാധ്യതയുള്ളൂ. ഇപ്പോൾ വെടിപൊട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയാണ് ആ മുഖ്യമന്ത്രി എന്ന പേരിലേക്ക് വരുന്നത് എങ്കിൽ രണ്ട് ക്യാമ്പുകളും താരതമ്യേന ഒന്ന് മയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നിശ്ചയമായിട്ടും അടിപൊട്ടും വെടിയും പടക്കവും ഒക്കെ തന്നെ നമുക്ക് പിന്നീട് കാണാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് രേണു. ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള അടിയും ബഹളവും ഒക്കെ തന്നെ വരാൻ പോകുന്നത് മുഖ്യമന്ത്രി തീരുമാനം കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാരുടെ തീരുമാനത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ വീണ്ടും ഈ 3 ക്യാമ്പുകൾ ഇവിടെ ഉണ്ടാകും. ഇതിൽ ആർക്കാണ് ഏത് പോർട്ട്ഫോളിയോ ആണ് കൊടുക്കുന്നത്, ഓരോരുത്തരുടെ ക്യാമ്പിൽ നിന്ന് എത്ര മന്ത്രിമാരാണ് വരിക. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനാണ് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എത്ര മന്ത്രിമാരെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കെ സി ക്യാമ്പിനാണോ അവിടെ കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത്, തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇവിടെ വരും.